ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടും മുട്ടയും കൊണ്ടാണ്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് എല്ലാം ചിക്കനും അത് എല്ലാം വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്രൈഡ് റൈസ് നമ്മള് കൂണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. നമുക്ക് നേരെ വീടിലോട്ട് പോവാം. അപ്പൊ അതായത് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. മഷ്റൂം വിത്ത് എഗ് കൂടെ കൂട്ടിയുള്ള ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ മഷ്റൂം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഷ്റൂം ആണ് ഇത്. നമുക്ക് ഇനി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ റൈസിന് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ക്യാബേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാതെ. ഈ പരുവത്തിന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ക്യാബേജ്. ഇതേ വലുപ്പം തന്നെ ആയിരിക്കണം എല്ലാം. നമ്മൾ ഈ ക്യാബേജ് ഒക്കെ അരിയുന്നതെന്ന് പറഞ്ഞാൽ അരിയുടെ വലുപ്പത്തിന് തന്നെയുള്ള രീതിക്കാണ് നമ്മൾ ഇതെല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. ക്യാബേജ് നമുക്ക് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ. റൈസിന്റെ പരുവത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കും. ഇനി അടുത്തത് നമുക്ക് ബീൻസ് റെഡിയാക്കി എടുക്കാം. 4 മുട്ട എടുത്താൽ മതി കേട്ടോ. നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ അതെ നമുക്ക് ബീൻസും കൂടെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ പരുവത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫയറിന് തന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫയറിന് തന്നെ നമ്മുടെ ഈ ബീൻസ് ഒക്കെ സോട്ടയാകണം. ഒത്തിരി നേരം കിടന്ന് ഇളകേണ്ട ആവശ്യമില്ല. ഈ പരുവത്തിന് അരിയുടെ പരുവത്തിന് തന്നെ ഈ ബീൻസും കൂടെ അരിഞ്ഞെടുക്കണം. അപ്പൊ അത് ബീൻസ് അരിഞ്ഞിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളെ ചള്ളാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ടേ. ഇപ്പൊ മീനുകുട്ടിയാണ് നമ്മളെ ഹെൽപ്പർ. മീനുകുട്ടി ഇപ്പൊ ഈ തൈരെല്ലാം ഇപ്പൊ നമുക്ക് അടിച്ചു തരും. മീനുകുട്ടിക്ക് തൈര് അടിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ഒരു എടുത്തിട്ടുണ്ട്. സവോളയും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇതേ വലുപ്പത്തിൽ തന്നെ സവോളയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മള് ക്യാബേജും നമ്മുടെ ബീൻസും അരിഞ്ഞതിന്റെ വലുപ്പത്തിൽ തന്നെ വേണം നമ്മുടെ സവോള അരിഞ്ഞെടുക്കാനേ. സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ്ട് നമ്മുടെ ഫസ്റ്റ് മെസംബിള ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂം ഉണ്ടല്ലോ, ഇതും കൂടെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണേ. അപ്പൊ മഷ്റൂം നമുക്ക് ഈ പരുവത്തിന് അരിഞ്ഞെടുക്കണം. എന്നാന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു മഷ്റൂമിന്റെ ഒരു ഇത് കാണണം. നമ്മൾ ഈ ക്യാബേജും ബീൻസും അരിഞ്ഞതിൻ്റെക്കാൾ ശകലവും കൂടെ വലുപ്പത്തിൽ നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം കണ്ടോ. അത് ഈ പരുവത്തിന് നമ്മുടെ ഒരു ഹെൽത്തി ഇതാണ്, ഹെൽത്തി ഫുഡാണ് ഇത്. എന്നാന്ന് പറഞ്ഞാൽ മഷ്റൂം ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് ഇത്. അതായത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ 4 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മളൊരു 3 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എരിവ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പത്തെ നമ്മള് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടേ നമ്മൾ റൈത്ത ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തൈര് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അതിലേക്ക് നമ്മൾ ആദ്യം തക്കാളി, എടുത്തു വെച്ചേക്കുന്ന സവോള, പച്ചമുളക് ഇത്ര ഇട്ടിട്ട് ഒരു അല്പം ഉപ്പും ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുവാണ്. ഒരല്പം ഉപ്പ്, ഒത്തിരി ഉപ്പ് ഇടണ്ട, ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ 4 മുട്ട എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ മുട്ടക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളെ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ മുട്ട ഒരു ബോളിലേക്ക് മാറ്റാം കേട്ടോ. അടുത്ത നമുക്ക് മഷ്റൂം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഇത് ഫ്രൈ ആക്കി മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ ക്യാബേജിന്റെയും ബീൻസിന്റെയും കൂടെ ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടോ, നമ്മൾ മഷ്റൂം ഉണ്ടല്ലോ, ഒരുപാട് മഷ്റൂം ഇട്ടതാണ്. ഇപ്പൊ കണ്ടോ വെന്ത് വന്നപ്പോ കണ്ടോ ഇത്ര ഉണ്ട്. പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മളിത് ഫസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. ക്യാബേജ്, പച്ചമുളക്, ബീൻസ്, സവോള ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ പോവാണ്. അപ്പൊ ഇത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ക്യാബേജ് ഇട്ട് കൊടുക്കാതെ, അതിന്റെ കൂടെ തന്നെ പച്ചമുളക്, ബീൻസ്, സവോള ഇത്ര സാധനം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിന്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ ബീൻസിന്റെ ഒക്കെ ഈ കളർ ഒന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം, ലേശം പഞ്ചസാര. ഇപ്പൊ നമ്മുടെ ബീൻസും സവോളയും ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അന്നേരം എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പൊ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് നമ്മളൊരു അര പീസ് നാരങ്ങായും ശകലം ഉപ്പും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ നാരങ്ങാ നീര് ഒഴിക്കുന്നുണ്ടല്ലോ, റൈസ് ഒന്നിലൊന്ന് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഒരല്പം എണ്ണയും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. നാരങ്ങ അതിനകത്തൊക്കെ കിട്ടും. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഒരു അല്പം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് കൂട്ട് കണ്ടോ, സൂപ്പർ പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഇതിനകത്ത്. എന്നാന്ന് പറഞ്ഞാൽ മഷ്റൂം ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചേർത്തേക്കുന്നത്. കണ്ടോ, ഇതാണെങ്കിലും കോരി തിന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല പ്രോട്ടീൻ ഇതിനകത്ത് നന്നായിട്ട് കിട്ടും. കണ്ടോ, ഇപ്പം തന്നെ അടിപൊളി മസാല ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡിയാവും കേട്ടോ. അപ്പൊ നമുക്ക് റൈസ് വേവുന്നേ ഉള്ളൂ, അത് വെന്ത് റെഡിയാവും. വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ റൈസ് ഒന്നിലൊന്ന് തൊടാതാണ് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചൈനീസ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഷുഗർ, സാൾട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം സോയാ സോസും ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളൊരല്പം സോയാ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. അത് വേണമെങ്കിൽ ശകലം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അല്പം ചില്ലി സോസ്.
ഒരല്പം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇടുവാണ്. നമ്മൾ കുരുമുളക് പൊടി ചേർത്തായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പൊ ഇതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുട്ട നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ഇടുവാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ മുകളിൽ നമ്മൾ ഇടുക. ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വേണ്ട നമ്മൾ സാൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇത് നമ്മൾ കടായിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഫ്രൈഡ് റൈസ് നന്നായിട്ട് കിടന്ന് ഫ്രൈ ആകണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നമുക്ക് കടായിയുടെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിക്കകത്താണ് ഉണ്ടാക്കിയത്. എങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അന്നേരം ഒരു ബോളിൽ പാത്രത്തിലേക്ക് നമുക്ക് ഒരല്പം ഒന്ന് ഫ്രൈഡ് റൈസ് ഒന്ന് മാറ്റാം. നമുക്ക് കണ്ടോ, നല്ല ഒന്നല്ലൊന്ന് തൊടാതെ ഇരിക്കുന്ന റൈസ് കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള റൈസസ് കണ്ടോ. ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ സലാഡും അതേ ഒരല്പം നാരങ്ങാച്ചാർ വെച്ചു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം റൈത്തയും കൂടെ സൈഡിൽ ഒഴിക്കുവാണേ. ലേശം റൈത്ത കണ്ടോ. കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നതിന് വരെ ബൈ ബൈ.